ധാരാളം ക്രിസ്ത്യാനികൾ സ്ഥിരമായി മദ്യപിക്കുന്നവരാണ്. മറ്റു ചില ക്രിസ്ത്യാനികൾ ചർച്ചിലെ ആഘോഷവേളകളിൽ മാത്രം മദ്യപിക്കുന്നവരാണ്. മദ്യപാനി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നുണ്ടെങ്കിലും പല ക്രിസ്ത്യാനികളും അതൊന്നും കാര്യമായി എടുക്കാറേയില്ല, ബൈബിൾ കാര്യമായി വായിക്കാറില്ല. അഥവാ വായിച്ചാലും ഒരു മതകർമ്മം എന്ന രീതിയിലാണ് പല ക്രിസ്ത്യാനികളും വായിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് കേരളത്തിലെ വിവിധ ക്രിസ്തീയ സഭകൾക്ക് ആ സഭകളിലെ അംഗങ്ങളെയെല്ലാം യഥാർത്ഥ ക്രിസ്തു ശിഷ്യരാക്കി തീർക്കാൻ കഴിയാത്തത്? ആ ചോദ്യത്തിന് ഒട്ടനവധി ഉത്തരങ്ങളുണ്ട്. അതിലൊരു പ്രധാന കാരണം ഇതാണ്: ഓരോരുത്തർ ഏത് സഭകളിലാണോ ഉൾപ്പെട്ട് നിൽക്കുന്നത് ആ സഭയിലെ ഉത്തമ ഭക്തരാക്കി തീർക്കുവാനാണ് ആ സഭയിലെ അധ്യക്ഷന്മാർ പരിശ്രമിക്കുന്നത്. ഉദാഹരണത്തിന്, മർത്തോമക്കാരനായ ഒരുവനെ ഉത്തമ മർത്തോമക്കാരനാക്കി തന്നെ നിർത്തുക, അതാണ് അതിലെ അധ്യക്ഷന്മാരുടെ ലക്ഷ്യം. കത്തോലിക്ക വിശ്വാസികളെ ഉത്തമ കത്തോലിക്കരായി തന്നെ മാറ്റുക, അതാണ് ആ ചർച്ചിലെ ലീഡേഴ്സിൻ്റെ ലക്ഷ്യം. ഇനി ഓർത്തഡോക്സ് സഭകളിലെ അല്ലെങ്കിൽ പെന്തക്കോസ് സഭകളിലെ മറ്റു പല സഭകളിലെയും നേതാക്കളുടെ ലക്ഷ്യം അവരെ യാക്കോബക്കാരാക്കി അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരാക്കി ആ ചർച്ചിലെ തന്നെ ഉത്തമ ഭക്തന്മാരാക്കി നിർത്തുക എന്നുള്ളതാണ് പല ചർച്ച് ലീഡേഴ്സിൻ്റെയും ലക്ഷ്യം. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും യഥാർത്ഥ ക്രിസ്തു ശിഷ്യരെ വാർത്തെടുക്കുവാനായി സാധിക്കുകയില്ല. കത്തോലിക്കരെ വാർത്തെടുക്കാം, പെന്തക്കോസ്തുകാരെ വാർത്തെടുക്കാം, ഓർത്തഡോക്സുകാരെ, മർത്തോമക്കാരെ വാർത്തെടുക്കാം. പക്ഷേ യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്മാരെ വാർത്തെടുക്കുവാൻ സഭകൾക്ക് സാധിക്കുകയില്ല. ഇന്ന് മിക്കവാറും എല്ലാ ക്രിസ്തീയ ശുശ്രൂഷകന്മാരുടെയും ദൗത്യം അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന ചർച്ചിലെ അംഗങ്ങളാക്കി തന്നെ വിശ്വാസികളെ കൊണ്ടുപോകണം. അതിൽ പലരും വിജയിക്കുന്നുണ്ട്. എന്നാൽ ഒരു സഭാ നേതാവിന്, ഒരു ക്രിസ്തീയ ശുശ്രൂഷകന് തൻ്റെ കീഴിലുള്ള വിശ്വാസികളെ യഥാർത്ഥ ക്രിസ്ത്യാനികളാക്കി യഥാർത്ഥ ക്രിസ്തു ശിഷ്യരാക്കി മാറ്റണമെങ്കിൽ ആദ്യം ആ ശുശ്രൂഷകൻ അല്ലെങ്കിൽ ആ ചർച്ചിലെ ലീഡർ തന്നെ ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കണം. സഭയുടെ ലീഡർ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനല്ല എങ്കിൽ, യഥാർത്ഥ ക്രിസ്തീയ പ്രബോധനങ്ങൾ മുറുകെ പിടിക്കുന്നവനല്ല എങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും തൻ്റെ കീഴിലുള്ളവരെ യഥാർത്ഥ ക്രിസ്തു ശിഷ്യരാക്കി തീർക്കുവാൻ സാധിക്കുകയില്ല. അന്ധമായ ഒരു സഭാഭക്തി അല്ലെങ്കിൽ പള്ളി ഭക്തി, ആചാരങ്ങളോടുള്ള ഭക്തി, ഇതൊക്കെയുള്ള ധാരാളം ക്രിസ്ത്യാനികളെ ഇന്ന് കേരളത്തിൽ കാണാം. എന്നാൽ ആത്മാർത്ഥമായി ക്രിസ്തുവിനെയും അവിടുത്തെ വചനങ്ങളെയും സ്നേഹിക്കുന്ന ക്രിസ്ത്യാനികൾ വളരെ ചുരുക്കമേയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ അന്ത്യകൽപ്പന ഇതാണ്: നിങ്ങൾ പുറപ്പെട്ട് സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ, ഞാൻ നിങ്ങളെ ഉപദേശിച്ചവയെല്ലാം അനുസരിക്കുവാൻ തക്കവിധം അവരെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുവിൻ. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് കൽപ്പന നൽകിയത് നിങ്ങൾ മനുഷ്യരെ മർത്തോമക്കാരാക്കി, കത്തോലിക്കരാക്കി, യാക്കോബക്കാരാക്കി അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരാക്കി മാറ്റണമെന്നല്ല. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് കൽപ്പന നൽകിയത് നിങ്ങൾ അവരെ ക്രിസ്തുവിൻ്റെ ശിഷ്യരാക്കണം. അതിനെന്ത് ചെയ്യണമെന്നും ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്ന കാര്യങ്ങൾ നിങ്ങൾ അവരെ അനുസരിക്കുവാൻ തക്ക രീതിയിൽ പഠിപ്പിക്കണം. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങൾ വായിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ, യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ.
ക്രിസ്തു കൽപ്പിക്കാത്ത പല കാര്യങ്ങളുമാണ് ഇന്ന് ചില ചർച്ച് ലീഡേഴ്സ് അവരുടെ വിശ്വാസികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തു തൻ്റെ ശിഷ്യർക്ക് കൽപ്പന നൽകിയിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. ഇന്ന് പല സഭകൾക്കും വ്യത്യസ്തമായ ഉപദേശങ്ങൾ, പാരമ്പര്യങ്ങളൊക്കെയുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള സഭാ നിയമങ്ങളും പാരമ്പര്യങ്ങളും മറ്റുള്ളവരെ പഠിപ്പിക്കാനല്ല ക്രിസ്തു കൽപ്പന തന്നിരിക്കുന്നത്. ക്രിസ്തു എന്താണോ പഠിപ്പിച്ചിരിക്കുന്നത് അത് മറ്റുള്ളവരെ പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ ക്രിസ്തു ശിഷ്യരെ വാർത്തെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സഭയുടെ ലീഡേഴ്സ് തന്നെ യേശുക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കണം. അവർ തന്നെ ക്രിസ്തു ശിഷ്യരാകണം. എങ്കിൽ മാത്രമേ അവരുടെ കീഴിലുള്ളവരെയും ക്രിസ്തു ശിഷ്യരാക്കുവാൻ കഴിയുകയുള്ളൂ. അല്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മർത്തോമക്കാരെ വാർത്തെടുക്കാൻ പറ്റും, പെന്തക്കോസ്തുകാരെ വാർത്തെടുക്കാൻ പറ്റും, ബ്രദറൻകാരെ വാർത്തെടുക്കാൻ പറ്റും, മറ്റു പല ലേബലിലും അറിയപ്പെടുന്നവരെ വാർത്തെടുക്കാനായി കഴിയും. എന്നാൽ അതേ സമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. ഇന്ന് ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ ക്രിസ്തു ശിഷ്യർ ചില സഭകളിലൊക്കെ ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അവരിൽ പലർക്കും അറിയാം, ഞങ്ങളുടെ സഭയുടെ പോക്ക് അത്ര വചനപ്രകാരമൊന്നുമല്ല. ഇന്ന് ബൈബിൾ മാത്രം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആധാരമാക്കിയ ചില സഭകളുണ്ട്. അത്തരം സഭകളിൽ കർത്താവിനെ സ്നേഹിക്കുന്ന ധാരാളം പേരുണ്ട്. അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിലെ പല തെറ്റായ കാര്യങ്ങളും വചനവിരുദ്ധമായ കാര്യങ്ങളും അവർ അംഗീകരിക്കുന്നില്ല. അവർ അതിനകത്ത് തന്നെ നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശിഷ്യരായി ജീവിക്കുവാൻ പരിശ്രമിക്കുകയാണ്. അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ഉപദേശത്തിന് വിപരീതമായ ഉപദേശങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ ഈ ക്രിസ്തു ശിഷ്യർ അതിനോട് ഒരു കോംപ്രമൈസും ചെയ്യാതെ അവർ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നവരുണ്ട്. ഇന്ന് ചില ക്രിസ്തീയ സഭകളിൽ സൺഡേ സർവീസിന് 5000 പേർ വരെ അല്ലെങ്കിൽ അതിലധികം ആരാധനയ്ക്കായി സംബന്ധിക്കാറുണ്ട്. എന്നാൽ ഈ 5000 പേരും യഥാർത്ഥ ക്രിസ്തു ശിഷ്യരാണോ? യഥാർത്ഥ ക്രിസ്ത്യാനികളാണോ? കർത്താവായ യേശുക്രിസ്തു രണ്ടാമതും വരുമ്പോൾ ഈ 5000 പേരും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമോ? ദൈവവചനത്തെ മറികടന്ന് മാനുഷിക പാരമ്പര്യങ്ങളും മാനുഷിക പ്രാർത്ഥനാ രീതികളും ആചാരങ്ങളും ഒക്കെയാണ് ഒരു ചർച്ചിലുള്ളത് എങ്കിൽ അതിൽ 5000 പേരുണ്ടായാലും വാസ്തവത്തിൽ അവിടെ 50 പേരെങ്കിലും ക്രിസ്തു ശിഷ്യരായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമായിരിക്കും. നമുക്ക് ആരെയും വിധിക്കാനുള്ള അധികാരമില്ല. യഥാർത്ഥ ക്രിസ്തു ശിഷ്യരാകണമെങ്കിൽ നാം എല്ലാവരും ക്രിസ്തു പഠിപ്പിച്ച പ്രബോധനങ്ങളിൽ ഉറച്ചു നിൽക്കണം. അവ പ്രാവർത്തികമാക്കുകയും വേണം. 2 യോഹന്നാൻ 9-ാം വാക്യം നമ്മോട് പറയുന്നത്, ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിർവിട്ട് കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവന് പിതാവുമുണ്ട്, പുത്രനുമുണ്ട്. അതുകൊണ്ട് ഭൂരിപക്ഷം പേരെയല്ല കർത്താവ് ഗവനിക്കുന്നത്. തൻ്റെ വചനപ്രകാരം ആര് ജീവിക്കുന്നുവോ അവരാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യർ. ഇന്ന് കേരളത്തിൽ ഉള്ള എല്ലാ സഭ നേതാക്കന്മാരും നല്ല മാതൃക ഉള്ളവരാണോ? ഇന്ന് കേരളത്തിൽ നല്ല ജീവിത മാതൃകയുള്ള പല സഭാ നേതാക്കന്മാരും ഉണ്ട്. പക്ഷേ എല്ലാവരും നല്ല മാതൃകയുള്ളവരല്ല എന്ന് വർത്തമാന മാധ്യമങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ പൊതുവെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ നമുക്കറിയാം. ചില സഭാ നേതാക്കന്മാരുടെ വ്യഭിചാരം, ചില സഭാ നേതാക്കന്മാരുടെ സാമ്പത്തിക തട്ടിപ്പ്, ചില നേതാക്കന്മാർ നടത്തുന്ന പരസ്പര ആരോപണങ്ങൾ, ചില സഭകൾ തമ്മിലുള്ള വസ്തുതർക്കം, കെട്ടിടത്തർക്കം, ചില സഭാ നേതാക്കന്മാരുടെ കീഴിൽ നടത്തുന്ന ചില പൊതുപ്രകടനങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സഭാ നേതാക്കൾക്ക് അവരുടെ കീഴിലുള്ള വിശ്വാസികളെ യഥാർത്ഥ ക്രിസ്തു ശിഷ്യരാക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. കാരണം
ഈ നേതാക്കൾ തന്നെ യഥാർത്ഥ ക്രിസ്തു ശിഷ്യരല്ലാത്തതുകൊണ്ട് അവർക്ക് യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്മാരെ വാർത്തെടുക്കാൻ പറ്റില്ല. പിന്നെയോ അവരുടെ അതേ സ്വഭാവമുള്ള ചില വിശ്വാസികളെ വാർത്തെടുക്കാൻ മാത്രമേ ഇത്തരത്തിലുള്ള നേതാക്കൾക്ക് സാധിക്കൂ. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഗുരുവിനെ പോലെ തന്നെ ശിഷ്യനും ആകും. ഗുരുവിനെ പോലെ തന്നെ ശിഷ്യനും ആകും. പല ക്രൈസ്തവ നേതാക്കളും ഇന്ന് ചിലർ വേണ്ടാത്ത ചില കാര്യങ്ങൾ ചെയ്യുന്നു. അതേസമയം തന്നെ തങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന ലേബൽ ഒരിക്കലും ഉപേക്ഷിക്കുകയും ചെയ്യുന്നില്ല. കാരണം ആ ക്രിസ്ത്യാനി എന്ന ലേബൽ ഉണ്ടെങ്കിൽ മാത്രമേ പലർക്കും വേണ്ടാത്ത പല കാര്യങ്ങളും ചെയ്യാനുള്ള ലൈസൻസ് കിട്ടുകയുള്ളൂ എന്ന ധാരണയാണ് ചിലരെ ഭരിക്കുന്നത് എന്ന് തോന്നുന്നു. ഇന്ന് ലോകവും ചർച്ചും തമ്മിൽ വേർതിരിച്ചറിയുവാൻ പറ്റാത്ത വിധം ഒന്നായി തീർന്നിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനുള്ളിൽ പെട്ടുകിടക്കുന്ന സത്യം അന്വേഷിക്കുന്ന വിശ്വാസികളുണ്ട്. അവരെന്ത് ചെയ്യും? എല്ലാ വിശ്വാസികളും സത്യം അന്വേഷിക്കുന്നവരോ സത്യവചനത്തിൽ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരോ അല്ല. അവർക്ക് ലോകവും ചർച്ചും ഒന്നായി പോയാലും അതവരെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. എന്നാൽ ചില വിശ്വാസികൾ ദൈവത്തിൻ്റെ വചനം പാലിച്ച് ലോകത്തിന് വരുന്ന ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞവരും ക്രിസ്തുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുമാണ്. അങ്ങനെയുള്ള വിശ്വാസികൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ചോദ്യത്തിന് ഉത്തരമായി 2 കൊരിന്ത്യർ 6-ാം അധ്യായം 14 മുതൽ ചില വാക്യങ്ങൾ മാത്രം വായിക്കുന്നു. നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത്? പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത്? ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത്? ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്? നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയുമരുത്. അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. സർവശക്തനായ കർത്താവ് അരുളി ചെയ്ത കാര്യമാണ് നാം കേട്ടത്. ഇന്നത്തെ ഏതെങ്കിലും സഭാ നേതാക്കന്മാരുടെ വിജ്ഞാപനമല്ല നാം കേട്ടത്, മറിച്ച് സർവശക്തനായ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ. ഞാൻ നിൽക്കുന്ന ഈ പ്രസ്ഥാനം ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുക്കുന്നില്ല. ലോകത്തിൻ്റെ വഴിയിലൂടെയാണ് ഞാൻ നിൽക്കുന്ന ഈ ചർച്ച പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഒരു സത്യാന്വേഷിയായ ഒരു വിശ്വാസി മനസ്സിലാക്കിയാൽ അവൻ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തു കടക്കണം. അതിന് വലിയ വില നൽകേണ്ടി വരും. മാത്രമല്ല, ആ വിശ്വാസി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി ജീവിക്കുന്ന കൂട്ടായ്മകളിലേക്ക് കർത്താവെ എന്നെ നയിക്കണമേ. അവരെവിടെയാണ് ഉള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന യഥാർത്ഥ ക്രിസ്തു ശിഷ്യരുടെ ഗണത്തിലേക്ക് എന്നെ അങ്ങ് ആനയിക്കണമേ എന്ന് ആ വിശ്വാസി പ്രാർത്ഥിച്ചാൽ അവന് യോജിച്ച കൂട്ടായ്മകളിലേക്ക് കർത്താവ് ആ വ്യക്തിയെ നയിക്കും. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, അവഗണിക്കുകയുമില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന ഇടം വചനവിരുദ്ധമാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടും ആ ഇടം വിട്ടാൽ വരുന്ന പ്രത്യാഘാതങ്ങളെ ഭയന്ന് ലോകത്തോട് അനുരൂപമായി ജീവിക്കാൻ തന്നെ ഒരുവൻ തീരുമാനിച്ചാൽ വലിയ കെണിയാണ്. സോദോം ഗൊമോറ നശിപ്പിക്കാനായി ദൈവം തീരുമാനിച്ചു. കാരണം അവിടെയുള്ള ജനങ്ങളുടെ പാപം അത്രമാത്രം വലുതായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുവാൻ ലോത്തിനോടും കുടുംബത്തോടും ദൈവം ആവശ്യപ്പെട്ടു. എന്നാൽ ലോത്തും കുടുംബവും
ദൈവത്തിൻ്റെ നിർദ്ദേശം കിട്ടിയിട്ടും സോതോം വിടാതെ സോതോമിനെ തന്നെ മുറുകെ പിടിച്ച് അവിടെ നിൽക്കുകയായിരുന്നുവെങ്കിൽ ലോത്തും കുടുംബാംഗങ്ങളും ദൈവക്രോധാഗ്നിയിൽ നശിച്ചു പോയേനെ. ഈ പഴയ നിയമ സംഭവങ്ങളൊക്കെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പുതിയ നിയമസഭയിലെ വിശ്വാസികളായ നമ്മുടെ ബുദ്ധി ഉപദേശത്തിന് വേണ്ടിയാണ്. ഉൽപ്പത്തി 19 അധ്യായം 12 മുതൽ വായിക്കുന്നു. ആ 2 പേർ ലോത്തിനോട് പറഞ്ഞു, ഇവരെ കൂടാതെ നിനക്കാരെങ്കിലും ഇവിടെയുണ്ടോ? പുത്രന്മാരോ പുത്രികളോ മരുമക്കളോ മറ്റാരെങ്കിലുമോ നഗരത്തിലുണ്ടെങ്കിൽ എല്ലാവരെയും ഉടൻ പുറത്തു കടത്തിക്കൊള്ളുക. ഈ സ്ഥലം ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ്. ഇവിടത്തെ ജനങ്ങൾക്കെതിരെ രൂക്ഷമായ നിലവിളി കർത്താവിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇവിടം നശിപ്പിക്കാൻ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുകയാണ്. ഉടനെ ലോത്ത് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരുന്നവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, എഴുന്നേറ്റ് ഉടനെ സ്ഥലം വിട്ടുപോവുക, കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ്. എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത്. നേരം പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഭാര്യയെയും പെൺമക്കളെ 2 പേരെയും കൂട്ടി വേഗം പുറപ്പെടുക, അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങളും നശിച്ചു പോകും. എന്നാൽ അവൻ മടിച്ചു നിന്നു. കർത്താവിന് അവനോട് കരുണ തോന്നിയതുകൊണ്ട് ആ മനുഷ്യർ അവനെയും ഭാര്യയെയും മക്കളെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്തു കൊണ്ടുപോയി വിട്ടു. അവരെ പുറത്തു കൊണ്ടുചെന്ന് വിട്ടതിന് ശേഷം അവരിൽ ഒരുവൻ പറഞ്ഞു, ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക, പിന്തിരിഞ്ഞ് നോക്കരുത്, താഴ്വരയിലെങ്ങും തങ്ങുകയുമരുത്, മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ വെന്തു നശിക്കും. ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക, പിന്തിരിഞ്ഞ് നോക്കരുത്, താഴ്വരയിലെങ്ങും തങ്ങുകയുമരുത്. ജീവൻ വേണമെങ്കിൽ ഓടിപ്പോകണം. ഇതുതന്നെയാണ് ഇന്നത്തെയും അവസ്ഥ. പിന്തിരിഞ്ഞ് നോക്കരുത് എന്ന് പറഞ്ഞു. ലോത്തിൻ്റെ ഭാര്യയ്ക്ക് അതിന് കഴിഞ്ഞില്ല. അവൾ ഉപ്പുതൂണായി. അന്ന് സോദോം ഗൊമോറ മാത്രമാണ് ദൈവത്തിൻ്റെ ക്രോധാഗ്നിയിൽ നശിച്ചത്. ഇനി മ്ലേച്ഛത നിറഞ്ഞ ഈ ഭൂമിയെ മൊത്തമായി ദൈവം നശിപ്പിക്കാൻ പോവുകയാണ്. ഭൂമിയും അതിലുള്ള സമസ്ത വസ്തുക്കളും അഗ്നി കൊണ്ട് ചുട്ടഴിക്കപ്പെടും. ദൈവത്തിൻ്റെ സഭയ്ക്കുള്ളിൽ തന്നെ ലോകം കടന്നു കയറി, മ്ലേച്ഛത കടന്നു കയറി. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി ആദ്യം അതിനകത്ത് തന്നെ ആരംഭിക്കുകയാണ്. ഞാൻ നിൽക്കുന്ന ഇടം വചനവിരുദ്ധമായ ഇടമാണ്. ദൈവത്തിൻ്റെ ന്യായവിധി ആദ്യം ഇവിടെ തന്നെയായിരിക്കും ആരംഭിക്കുക എന്ന് ബോധ്യം കിട്ടിയവർ ആത്മരക്ഷയ്ക്ക് വേണ്ടി ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക തന്നെ വേണം. നേരത്തെ വായിച്ചല്ലോ 2 കൊരിന്ത്യർ 6 അധ്യായത്തിൽ, അവരെ വിട്ട് വേർപിരിയുവിൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആകുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. വെളിപ്പാട് 18:4, സ്വർഗത്തിൽ നിന്ന് വേറൊരു സ്വരം ഞാൻ കേട്ടു, എൻ്റെ ജനമേ, അവളിൽ നിന്ന് ഓടിയകലുവിൻ, അല്ലെങ്കിൽ അവളുടെ പാപങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകും. അവളുടെ മേൽ പതിച്ച മഹാമാരികൾ നിങ്ങളെയും പിടികൂടും. അവളുടെ പാപങ്ങൾ ആകാശത്തോളം കൂമ്പാരം കൂടിയിരിക്കുന്നു. ദൈവം അവളുടെ അതിക്രമങ്ങൾ ഓർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് ലോകത്തിലുള്ള എല്ലാ സഭകളും ദൈവത്തിന് കീഴടങ്ങിയാണോ മുന്നോട്ട് പോകുന്നത്? ഇന്ന് ദൈവത്തിന് കീഴടങ്ങി മുന്നോട്ട് പോകുന്ന പല സഭകളുമുണ്ട്. എന്നാൽ എല്ലാ സഭകളും ദൈവത്തിന് കീഴടങ്ങിയല്ല മുന്നോട്ട് പോകുന്നത്. പല ചർച്ചുകളെയും ഭരിക്കുന്നത് അവിടുത്തെ നേതാക്കളാണ്. നേതാക്കൾക്ക് കീഴടങ്ങിയാണ് ഇന്ന് പല സഭകളും മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ദൈവത്തിന് കീഴ്പ്പെട്ടല്ല ഇന്ന് പല ചർച്ചുകളും മുന്നോട്ട് പോകുന്നത്. ചർച്ചിനെ നയിക്കുന്ന ചില ലീഡേഴ്സാണ് വിശ്വാസികൾ എന്ത് വിശ്വസിക്കണം, എങ്ങനെ ആരാധിക്കണം, ആരോട് പ്രാർത്ഥിക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് ചില ചർച്ചുകളിലെ നേതാക്കന്മാരാണ്. യാക്കോബ് എഴുതിയ ലേഖനം 4 അധ്യായം 7-8 വാക്യങ്ങൾ, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ,
പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദൈവത്തിൻ്റെ വചനത്തിന് കീഴടങ്ങണം. ബൈബിളിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതനുസരിക്കുവാൻ തയ്യാറാകണം. എന്നാൽ ബൈബിൾ മാത്രം പോരാ, സഭാ നേതാക്കൾ കണ്ടുപിടിച്ച പാരമ്പര്യവും നമുക്ക് വേണം എന്നാണ് നാം വിശ്വസിക്കുന്നത് എങ്കിൽ നമുക്കൊരിക്കലും ദൈവത്തിന് കീഴടങ്ങാൻ സാധിക്കുകയില്ല. പിന്നെയോ ആ പാരമ്പര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന നേതാക്കന്മാർക്ക് കീഴടങ്ങാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. ദൈവത്തിൻ്റെ വചനത്തിന് കീഴ്പ്പെടാതെ നമുക്കൊരിക്കലും ദൈവത്തിന് കീഴ്പ്പെടാൻ സാധിക്കുകയില്ല. ഇന്ന് പല വിശ്വാസികളും അവരുടെ സഭാ നേതാക്കന്മാർക്ക് കീഴടങ്ങും, പക്ഷേ ദൈവത്തിന് കീഴടങ്ങില്ല. ഇന്ന് പല സഭാവിശ്വാസികളും അവരുടെ സഭാ നേതാക്കന്മാർക്ക് കീഴടങ്ങും, പക്ഷേ ദൈവത്തിന് കീഴടങ്ങില്ല. ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ എന്ത് പറഞ്ഞിരിക്കുന്നുവോ അതനുസരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. പാരമ്പര്യത്തിൻ്റെ പുറകെ പോയാൽ ഒരിക്കലും നമുക്ക് ദൈവത്തിനും ദൈവവചനത്തിനും കീഴടങ്ങിയിരിക്കുവാൻ സാധിക്കുകയില്ല. ഇന്ന് എല്ലാ സഭകളുടെയും നേതാക്കന്മാർ അവരുടെ കീഴിലുള്ള വിശ്വാസികളോട് ദൈവവചനം മാത്രമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരമെന്ന് പറയാറുണ്ടോ? ഇന്ന് ചില സഭകളുടെ വിശ്വാസത്തിൻ്റെ ഏക ആധാരം ബൈബിൾ മാത്രമാണ്. അത്തരത്തിലുള്ള സഭകളിൽപ്പെട്ട ലീഡേഴ്സ് അവരുടെ കീഴിലുള്ള വിശ്വാസികളോട് പറയാറുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം, ബൈബിൾ മാത്രമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം, ബൈബിളിൽ കാണാത്ത പാരമ്പര്യങ്ങളൊന്നും നാം പിന്തുടരാൻ പാടില്ല എന്ന് അത്തരം സഭകളിലെ നേതാക്കൾ പറയാറുണ്ട്. എന്നാൽ ചില സഭകളുടെ നേതാക്കന്മാർ നേരെ മറിച്ചാണ് പറയുന്നത്. ബൈബിൾ മാത്രം പോരാ, നമുക്ക് നമ്മുടെ പാരമ്പര്യങ്ങളും വേണം. ബൈബിൾ മാത്രം പോരാ, നമുക്ക് പാരമ്പര്യങ്ങളും കൂടെ വേണം എന്ന് പറയുമ്പോൾ വചനവിരുദ്ധമായ ഒട്ടനവധി കാര്യങ്ങൾക്ക് യെസ് പറയേണ്ടി വരും. കാരണം പാരമ്പര്യം മനുഷ്യർ കണ്ടുപിടിച്ചതാണ്, മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഉദിച്ചതാണ് എല്ലാ പാരമ്പര്യങ്ങളും. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ മനുഷ്യരുടെ പ്രമാണങ്ങളെ ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്ന പോലെ മുറുകെ പിടിക്കുന്നത് കൊണ്ട് നിങ്ങൾ വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. ഞാൻ നിങ്ങളുടെ ആരാധന സ്വീകരിക്കുകയില്ല, കാരണം നിങ്ങൾ മനുഷ്യരുടെ നിയമങ്ങളെയാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്ന പോലെ ആചരിച്ച് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനവും മനുഷ്യൻ്റെ സൃഷ്ടിയായ പാരമ്പര്യവും നമ്മൾ ഒരേ തുലാസിൽ വെച്ചാൽ ഒരിക്കലും നമ്മുടെ ആരാധന സത്യദൈവത്തിന് സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല. നമുക്ക് ദൈവത്തിന് കീഴ്പ്പെടാനും സാധിക്കുകയില്ല. മറിച്ച് നാം ഉൾപ്പെട്ട് നിൽക്കുന്ന ആ സഭയിലെ അധികാരികൾക്ക് കീഴടങ്ങാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. ഇന്ന് കാണുന്ന മാനുഷികമായ സഭാ പാരമ്പര്യങ്ങൾ എന്നേക്കും നിലനിൽക്കുമോ? ഇന്ന് കാണുന്ന മാനുഷികമായ സഭാ പാരമ്പര്യങ്ങൾ എന്നേക്കും നിലനിൽക്കുകയില്ല. ഒരു നാളിൽ അവ പൂർണ്ണമായി നശിക്കും. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നട്ടതല്ലാത്ത എല്ലാ ചെടികളും വേരോടെ പിഴുതെറിയപ്പെടും. അതിനവൻ, സ്വർഗസ്ഥനായ എന്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈ ഒക്കെയും വേരോടെ പറഞ്ഞു പോകും. അവരെ വിടുവിൻ, അവർ കുരുടന്മാരായ വഴികാട്ടികളത്രേ. കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും എന്ന് ഉത്തരം പറഞ്ഞു. സ്വർഗസ്ഥനായ എന്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈ ഒക്കെയും വേരോടെ പറഞ്ഞു പോകും. ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്തതാണ് ദൈവത്തിൻ്റെ വചനം. എന്നാൽ പല മാനുഷിക പ്രബോധനങ്ങളും മാനുഷിക പാരമ്പര്യങ്ങളും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിന് നേരെ വിപരീതമായി നിലകൊള്ളുന്നവയാണ്. അതുകൊണ്ട് തന്നെ അത്തരം മാനുഷിക സഭാ പാരമ്പര്യങ്ങളൊക്കെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ അന്ത്യന്യായവിധി ദിവസം പൂർണ്ണമായി തകരും. ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ മാനുഷിക സഭാ പാരമ്പര്യങ്ങളും
ബാബേൽ ഗോപുരത്തിന് തുല്യമാണ്. മനുഷ്യൻ തനിക്ക് തന്നെ പേരുണ്ടാക്കാൻ വേണ്ടി ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വലിയ ഗോപുരം പണിയാൻ ആരംഭിച്ചു. പക്ഷേ അവർക്കത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. ദൈവം തന്നെ മനുഷ്യൻ്റെ ഭാഷ കലക്കി ആ ഗോപുരത്തിൻ്റെ പണി നടന്നില്ല. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായ എല്ലാ മാനുഷികമായ പാരമ്പര്യങ്ങളും ദൈവം തന്നെ തകർത്ത് കളയും. കപടഭക്തിക്കാരെ, നിങ്ങളെക്കുറിച്ച് യെശയ്യാവ്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മാനുഷകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നതുകൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. സ്വർഗസ്ഥനായ എന്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈ ഒക്കെയും വേരോടെ പറഞ്ഞു പോകും. അവരെ വിടുവീൻ, അവർ കുരുടന്മാരായ വഴികാട്ടികളത്രേ. കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും എന്ന് ഉത്തരം പറഞ്ഞു. ഉൽപ്പത്തി 11 അധ്യായം 4 വാക്യം. അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് ഒരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം. ശ്രദ്ധിക്കുക, മനുഷ്യർ പറയുകയാണ്, അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് ഒരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം. ഇവർ ഈ ഗോപുരം ഉണ്ടാക്കുന്നത് ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടിയല്ല, അവരുടെ തന്നെ മഹത്വത്തിന് വേണ്ടി, അവരുടെ തന്നെ പ്രശസ്തിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ദൈവം തന്നെ ബാബേൽ ഗോപുരത്തിൻ്റെ പണി തടയുകയാണ്. ബൈബിളിൽ കാണാത്തതും ദൈവത്തിൻ്റെ വചനത്തിന് എതിരായതുമായ പല പാരമ്പര്യങ്ങളും നേരത്തെ പറഞ്ഞല്ലോ ബാബേൽ ഗോപുരത്തിന് തുല്യമാണ്. ബൈബിളിലെ ഉപദേശങ്ങൾക്കകത്ത് നിലനിൽക്കാൻ മനസ്സില്ലാതെ ഞങ്ങളും വലിയ വലിയ നേതാക്കന്മാരാണ്, ബൈബിളിലെ ഉപദേശങ്ങൾക്ക് കീഴ്പ്പെടാതെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ പല നേതാക്കന്മാരും കണ്ടുപിടിച്ചു. കാരണം ഞങ്ങൾ നിസ്സാരക്കാരൊന്നുമല്ല. ദൈവം തൻ്റെ നിയമങ്ങൾ ഇതാ ബൈബിളിൽ തന്നിരിക്കുന്നു. പക്ഷേ ഞങ്ങൾ നിസ്സാരക്കാരല്ല. ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിലുള്ള പല അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ ബൈബിളിൽ കാണാത്തത് ഞങ്ങൾ ഉണ്ടാക്കും. കാരണം ഞങ്ങൾ വിചാരിച്ചാൽ ഞങ്ങൾക്കും ചിലത് പറ്റും. കാരണം ഞങ്ങൾക്ക് അധികാരമുണ്ട്, ഞങ്ങൾ നിസ്സാരക്കാരല്ല. ഈ മനോഭാവം ചില സഭാ നേതാക്കന്മാരെ സ്വാധീനിച്ചതുകൊണ്ടാണ് അവർ വചനത്തിൽ കാണാത്ത, ബൈബിളിൽ കാണാത്ത, വചനത്തിന് വിരുദ്ധമായ പല ആചാരങ്ങൾ, പല പ്രാർത്ഥനാ രീതികൾ, ആരാധനാ രീതികളൊക്കെ കണ്ടുപിടിച്ചത്. ഇത്തരത്തിലുള്ള ആചാരങ്ങൾ കണ്ടുപിടിച്ച പല നേതാക്കന്മാരും മരിച്ചുപോയെങ്കിലും ഇത് കണ്ടുപിടിച്ചവരെ ഇപ്പോഴും ആദരിക്കുന്നു, ഓർക്കുന്നു, അവരുടെ പേര് നിലനിർത്തുന്നു. പല നേതാക്കന്മാരും മരിച്ചുപോയാലും അവരുടെ പേരും പ്രശസ്തിയും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് വചനവിരുദ്ധങ്ങളായ പല പ്രമാണങ്ങളും വചനവിരുദ്ധങ്ങളായ പല ആചാരങ്ങളും കണ്ടുപിടിച്ചത്. എന്നാൽ ബാബേൽ ഗോപുരത്തിൻ്റെ പണി ദൈവം പൂർത്തിയാക്കാൻ അനുവദിച്ചില്ല. ഒരു ന്യായവിധി ദൈവം വെച്ചിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും. അവിടുന്ന് പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം നൽകാൻ എൻ്റെ പക്കലുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന് മുഖം നോട്ടമില്ല. വലിയ സഭയുടെ നേതാവാണ്, ചെറിയ സഭയുടെ നേതാവാണ്, ഇങ്ങനെയുള്ള പരിഗണനകൾ കർത്താവിനില്ല. ആരാണോ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചത്, വചനത്തിൽ നിന്ന് വിശ്വാസികളെ അകറ്റി മാനുഷികമായ ചടങ്ങുകളിലേക്ക് അവരെ കുടുക്കിയ വ്യക്തികൾ ആരാണോ അവർക്കുള്ളത് ന്യായമായ രീതിയിൽ കർത്താവിൻ്റെ വരവിൽ കർത്താവ് കൊടുക്കും. വെളിപ്പാട് 22 അധ്യായം 11-12 വാക്യങ്ങൾ. അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ, പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ, നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്.